നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. കരോൾ ഗാനങ്ങൾ പാടിയും സമ്മാനങ്ങൾ കൈമാറിയും ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓസ്ട്രേലിയൻ മലയാളികൾ. വേനൽ അവധിയായതോടെ സാന്റയ്ക്കൊപ്പം കുട്ടിക്കൂട്ടങ്ങളും സജീവമാണ്. സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഉത്സവകാലം ഏതെന്ന് ചോദിച്ചാൽ തിരുപ്പിറവിയും പുതുവത്സരവും വന്നെത്തുന്ന ഡിസംബർ മാസമാണെന്ന് നിസ്സംശയം പറയാം. മാസങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുന്ന ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളുമാണ് ക്രിസ്തുമസ് പുതുവത്സരകാലത്തെ വ്യത്യസ്തമാക്കുന്നത്. മഞ്ഞണിഞ്ഞ രാവുകളുടെ നനുത്ത സ്പർശവുമായി ലോകം യേശുദേവന്റെ തിരുപ്പിറവയ്ക്കായി കാതോർക്കുകയാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ ക്രിസ്മസ് വന്നെത്തുന്നത് അന്തരീക്ഷത്തിനൊപ്പം ആഘോഷങ്ങൾക്കും ചൂടുപിടിക്കുന്ന വേനൽക്കാലത്താണ്. ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് കാരളും കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ആഴ്ചകൾക്ക് മുൻപേ വീടുകളിലും തെരുവുകളിലും ക്രിസ്മസ് വിളക്കുകൾ തെളിയും. എങ്ങും ക്രിസ്മസ് വൈബ്. വീടുകളിലും ഇപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ക്രിസ്മസ് കാരൽസും ക്രിസ്മസിൻ്റെതായ ഗിഫ്റ്റുകളും എല്ലാം എല്ലാ വീട്ടിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറു സംഘങ്ങളായി തിരിഞ്ഞ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന മലയാളി കൂട്ടായ്മകൾ സജീവമാകുന്ന കാലം. Entertainments throughout December, full of fun, happiness and adiboli jagaboga entertainments. മാസങ്ങൾക്ക് മുൻപേ ക്രിസ്മസ് വിപണിയും സജീവമാകും. കമ്പോളവൽക്കരണത്തിന്റെ ക്രിസ്മസ് കാഴ്ചകൾ. ഇവിടെ നവംബറിൽ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഷോപ്പുകളും മാളുകളും എല്ലാം അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം പോലെ തന്നെ ക്രിസ്മസും നൊസ്റ്റാൾജി തരുന്ന ഒന്നാണ്. ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പനായി, തിരുപ്പിറവിക്കായി. Heard stories about Kerala, and I believe that Kerala people move with their culture, they move with their religion. ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ആഘോഷങ്ങളുടെയും കാത്തിരിപ്പിന്റെയും കൂടിച്ചേരലുകളുടെയും നാളുകളാണ് ഇനി. ബ്രിസ്ബെയിനിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. അബിയർ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ജിദ്ദ കേരള പൗരാവലി പുറത്തിറക്കുന്ന കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് ഹെൽത്ത് കാർഡ് ജിദ്ദയിൽ പ്രകാശനം ചെയ്തു. 25ാം വാർഷികം ആഘോഷിക്കുന്ന അബിയർ ഗ്രൂപ്പിന്റെ വിജയത്തിൽ കമ്മ്യൂണിറ്റി സംഘടനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ പറഞ്ഞു. അബിയർ മെഡിക്കൽ ഗ്രൂപ്പുമായി ചേർന്ന് ജിദ്ദ കേരള പൗരാവലിയാണ് ആരോഗ്യ സെമിനാറും കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് ഹെൽത്ത് കാർഡ് വിതരണോദ്ഘാടനവും സംഘടിപ്പിച്ചത്. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. കമ്മ്യൂണിറ്റി പ്രീമിയം പ്ലസ് ഹെൽത്ത് കാർഡ് അബിയർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ പ്രകാശനം ചെയ്തു. 25ാം വാർഷികം ആഘോഷിക്കുന്ന അബിയർ ഗ്രൂപ്പിന്റെ വിജയത്തിൽ കമ്മ്യൂണിറ്റി സംഘടനകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ പറഞ്ഞു. നമ്മുടെ കൂടെ എന്നും ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിറ്റികളാണ്. അപ്പം ഇങ്ങനൊരു ആശയം കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മളിത് കഴിഞ്ഞ വർഷം മുതലേ പ്ലാൻ ചെയ്തതായിരുന്നു. കമ്മ്യൂണിറ്റികൾക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുള്ളത്. ഇത് അതിൻ്റെ ഒരു ആദ്യ പടി എന്ന പോലെ ഷറഫിയ ബ്രാഞ്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ തുടങ്ങി നോക്കുക, ഇതിൻ്റെ ഒരു സക്സസ് എങ്ങനെയാണ്, ഇതിൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അപ്രൂവൽ കൊടുത്തതാണ്. ഇൻഷാ അല്ലാഹ് ഇത് വരും മാസങ്ങളിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വേണ്ട കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ചെയ്യുന്നതാണ്. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് പ്രീമിയം പ്ലസ് ഹെൽത്ത് കെയർ കാർഡുകൾ വിതരണം ചെയ്തു. കൺസൾട്ടേഷൻ, ചെക്കപ്പുകൾ, ഫാർമസി എന്നിവയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കാർഡിന്റെ പ്രത്യേകതയാണ്. ജിദ്ദ കേരള പൗരാവലിയുടെ വെൽഫെയർ വിങ്ങുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് കാർഡ് സ്വന്തമാക്കാനാകും. ആസ്തമ, അലർജി എന്നീ രോഗങ്ങളെക്കുറിച്ച് അബീർ മെഡിക്കൽ സെന്ററിലെ പൾമനോളജിസ്റ്റ് ഡോക്ടർ അസ്ലം ക്ലാസ് എടുക്കുകയും സദസ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. അബീർ ഗ്രൂപ്പ് പ്രതിനിധികളായ ജലീൽ ആലുങ്കൽ, അബ്ദുസലാം എന്നിവരും വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രശസ്ത ഗായകൻ ബാദുഷ, മിർസ ഷെരീഫ്, സോഫിയ സുനിൽ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു.
ജിദ്ദ കേരള പൗരാവലിക്ക് കീഴിലെ വെൽഫെയർ വിഭാഗമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മൻസൂർ വയനാട് സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. അലി തേക്കുതോട്, റാഫി ഭീമാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഗ്രാഫിറ്റേഴ്സ് ക്രിയേറ്റീവ് കമ്പനി സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡോർ ഭക്ഷ്യമേള ജനുവരി 16 മുതൽ 18 വരെ നടക്കും. ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് മേള. ഫീസ്റ്റ് ആൻഡ് ബീറ്റ്സ് മെഗാ ഫുഡ് ഫെസ്റ്റിവൽ എന്ന പേരിൽ നടക്കുന്ന മേളയിൽ ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട് 200-ലധികം സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ ആയിരിക്കും സന്ദർശകർക്കുള്ള പ്രവേശനം. മേളയിൽ വിനോദ സംഗീത പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യമേളയുടെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുരളി വാളൂരാന്റെ കഥാസമാഹാരം ഉത്തമവൃക്ഷം ദോഹയിൽ പ്രകാശനം ചെയ്തു. ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറവും ICC സാഹിത്യ സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ICC പ്രസിഡന്റ് AP മണികണ്ഠൻ പ്രകാശനം നിർവഹിച്ചു. ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി ഹുസൈൻ കടന്നമണ്ണ പുസ്തകം ഏറ്റുവാങ്ങി. സ്മിത ആദർശ് പുസ്തകം പരിചയപ്പെടുത്തി. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, MC താജുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു. സൗദി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബുറൈദ 2024-25 അധ്യയന വർഷത്തെ വാർഷിക ആഘോഷവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നസീം അക്തർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസ് അധ്യക്ഷനായിരുന്നു. അബ്ദുൽ അസീസ് ഇബ്രാഹിം അൽ ഗരാവി, അബു ഫഹദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മേധാവികളായ ജാവേദ് ഹസൻ, നിഷ ബിജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പഠന പാഠ്യേതര മേഖലയിൽ മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു. സൗദി കായിക മന്ത്രാലയവും സൗദി അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോഡ് റേസും സംയുക്തമായി അന്താരാഷ്ട്ര ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചു. അൽ കോബാർ കോർണിഷിലായിരുന്നു മാരത്തോൺ. സൗദി കിഴക്കൻ പ്രവിശ്യ ഇന്റർനാഷണൽ അത്ലറ്റിക് ടീമാണ് മാരത്തോണിന് നേതൃത്വം നൽകിയത്. കായിക മേഖലയെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി കായിക മന്ത്രാലയവും സൗദി അത്ലറ്റിക് ഫെഡറേഷനും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോഡ് റേസും സംയുക്തമായി 26ാമത് അന്താരാഷ്ട്ര ഹാഫ് മാരത്തോൺ സംഘടിപ്പിച്ചത്. സൗദി കിഴക്കൻ പ്രവിശ്യ ഇന്റർനാഷണൽ അത്ലറ്റിക് ടീമാണ് മാരത്തോണിന് ചുക്കാൻ പിടിച്ചത്. അൽക്കോബാർ കോർണിഷിൽ വെച്ച് നടന്ന മത്സരത്തിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ 10,000-ഓളം പേർ കൂടുതൽ വേഗതയും ദൂരവും മറികടക്കാനായി ഓടി. 21 കിലോമീറ്റർ പ്രൊഫഷണൽ റേസ്, 5 കിലോമീറ്റർ പ്രൊഫഷണൽ റേസ്, 21 കിലോമീറ്റർ ജനറൽ റേസ്, 5 കിലോമീറ്റർ ജനറൽ റേസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. 1 മില്യൺ സൗദി റിയാലാണ് വിജയികൾക്കായി സമ്മാനിച്ചത്. അന്താരാഷ്ട്ര ഹാഫ് മാരത്തോൺ മത്സരത്തിലെ മലയാളികളുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി. പതിവ് തെറ്റിക്കാതെ കിഴക്കൻ പ്രവിശ്യ നവോദയ സാംസ്കാരിക വേദി പ്രവർത്തകർ, ടീം 777 സൈക്കിൾ ക്ലബ്ബ്, കേരള എഞ്ചിനീയേഴ്സ് ഫോറം ദമാമും ഇന്റർനാഷണൽ മാരത്തോണിൽ പങ്കെടുത്തു. സൗദി അറേബ്യ മിനിസ്ട്രി സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ ഞങ്ങളുടെ ക്ലബ്ബായ 777 കേസ് ഈ വർഷവും പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ അഭിമാനമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് മലയാളികളുടെ ഒരു ധാരാളിത്തം തന്നെയാണ്. തീർച്ചയായും മലയാളി എന്ന നിലയ്ക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ആൾക്കാർ, മലയാളടക്കം വനിതകളടക്കം ഒരുപാട് ആൾക്കാർ ഇന്ന് ഇപ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വനിതകളുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി. ഇപ്രാവശ്യത്തെ റണ്ണിൽ കുറേ വനിതകളെ കാണാൻ സാധിച്ചു. വിദേശികളാവട്ടെ, നമ്മളുടെ ഇന്ത്യക്കാരാവട്ടെ, ഒരുപാട് വനിതകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ലേഡീസിന് ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങളിത് കണക്കാക്കുന്നത്. സൗദിയുടെ മാറുന്ന മുഖത്തിന് പുതിയ രൂപവും ഭാവവും കൈവരുമ്പോൾ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വിദേശികളും കൈകോർക്കുന്നു എന്നതാണ് ഹാഫ് മാരത്തോണിലെ ഏറ്റവും വലിയ പ്രത്യേകത. സുബൈറുദ്ദീനൂർ, 24 ദമാം. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് വലിയ ഓഫറുകളുമായി പ്രമുഖ കാർഗോ കമ്പനിയായ M ഗ്രൂപ്പിന് കീഴിലുള്ള ടൈം എക്സ്പ്രസ് കാർഗോ അയക്കാൻ കുറഞ്ഞ നിരക്ക് ഉൾപ്പെടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. UAE എല്ലാ ബ്രാഞ്ചുകളിലും ഓഫർ നിലവിലുണ്ടെന്ന് M ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. നാട്ടിലേക്ക് കാർഗോ അയക്കാൻ കുറഞ്ഞ നിരക്ക് ഏർപ്പെടുത്തിയുൾപ്പെടെ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന നിരവധി ഓഫറുകളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എയർ കാർഗോ വഴിയും സീ കാർഗോ വഴിയും അയക്കുന്ന കാർഗോയ്ക്ക് ഇളവുകൾ ലഭ്യമാണെന്ന് ടൈം എക്സ്പ്രസ് കാർഗോ മാനേജർ മുസഫീർ പറഞ്ഞു. ഇപ്രാവശ്യം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് എയർ കാർഗോ, മുന്നുണ്ടായിരുന്ന എയർ കാർഗോ 12 ദിറംസ് ആയിരുന്നു 1 കിലോ. അതിപ്പോൾ തികച്ചും 1 കിലോ 10 ദിറംസ് എന്ന നിരക്കിൽ 5 to 7 ഡേയ്സിൻ്റെ ഉള്ളിൽ എക്സ്പ്രസ് ഡെലിവറി ആയിട്ട് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്നുണ്ടായിരുന്ന 6 ദിറംസ് 50 പിൽസ് എന്ന സീ കാർഗോ സർവീസ് വെറും 4.50 വിത്തിൻ 30 to 35 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡോർ ഡെലിവറി അവൈലബിൾ ആണ്.
ഇന്ത്യയിൽ എവിടെയും നേരിട്ടുള്ള ക്ലിയറൻസും ഡെലിവറി നെറ്റ്വർക്കും ഉള്ളതിനാൽ സുരക്ഷിതമായി കാർഗോ അയക്കാമെന്നതാണ് ടൈം എക്സ്പ്രസ് കാർഗോയുടെ പ്രത്യേകത എന്നും അധികൃതർ വ്യക്തമാക്കി. എയർ കാർഗോ സർവീസ് വഴി മുന്നേ ഉണ്ടായിരുന്ന 12 ദിറംസ് എന്ന എയർ കാർഗോ സർവീസ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറായിട്ട് വെറും 1 കിലോ 10 ദിറംസിന്, അതും എക്സ്പ്രസ് ഡെലിവറി കേരളത്തിലേക്ക് പ്രത്യേകിച്ച് 5 to 7 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡോർ ഡെലിവറി അറേഞ്ചാണ്. അതുപോലെ തന്നെ മുന്നുണ്ടായിരുന്ന സീ കാർഗോ സർവീസ് 6.50 ആയിരുന്നു. അതിപ്പോൾ നിലവിൽ 4 ദിറംസ് 50 ഫിൽസ് മാത്രം, അതും 30-35 ദിവസത്തിൻ്റെ ഉള്ളിൽ വീട്ടിലെത്തിച്ചു കൊടുക്കും. UAE എം ഗ്രൂപ്പിന്റെ 15 ബ്രാഞ്ചുകളിലും പ്രൊമോഷൻ ലഭ്യമാണെന്നും ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസ്യതയുമാണ് എം ഗ്രൂപ്പിന് കരുത്ത് പകരുന്നതെന്നും എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. 27 വർഷമായി എം ഗ്രൂപ്പ് കാർഗോ സർവീസ് UAE 15ഓളം ഔട്ട്ലെറ്റുകൾ നമുക്ക് UAE തന്നെ അവൈലബിൾ ആണ്. ദുബായിൽ, ഷാർജ, അജ്മാൻ, അബുദാബി എന്നിടത്തെല്ലാം നമുക്ക് ഔട്ട്ലെറ്റുകളുണ്ട്. ഈ എല്ലാ ഔട്ട്ലെറ്റിലും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്. പുതുവർഷത്തിൽ പുതിയ 3 ബ്രാഞ്ചുകൾ തുറക്കുമെന്നും മുനീർ കാവുങ്കൽ പറമ്പിൽ വ്യക്തമാക്കി. 24 ദുബായ്. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടന്ന ദുബായ് ഗ്ലോബൽ വില്ലേജ് 22 ദിവസം നീളുന്ന മനോഹരമായ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് ആഗോള ഗ്രാമത്തിൽ ഇനി ക്രിസ്മസ് രാവുകളാണ്. മഞ്ഞു പെയ്യുന്ന അനുഭവമൊരുക്കിയാണ് ക്രിസ്മസ് രാത്രികൾക്കായി ഗ്ലോബൽ വില്ലേജ് ഒരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം ക്രിസ്മസ് പപ്പായും കൂറ്റൻ ക്രിസ്മസ് ട്രീയും ഉൾപ്പെടെയുള്ള വിസ്മയ കാഴ്ചകൾ ഇനി സന്ദർശകർക്ക് മനം നിറഞ്ഞ് ആസ്വദിക്കാം. 21 അടി ഉയരത്തിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. 22 ദിവസം നീളുന്ന ആഘോഷങ്ങളാണ് ക്രിസ്മസിന്റെ ഭാഗമായി ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് മുതൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. രാത്രികളിൽ 5 തവണ പാട്ടും നൃത്തവുമായി ക്രിസ്മസ് പപ്പായും സംഘവും സന്ദർശകർക്കരികിലെത്തും. കുട്ടികൾക്ക് കുഞ്ഞു സമ്മാനം ഉൾപ്പെടെ കരുതിയാണ് ക്രിസ്മസ് പപ്പ എത്തുക. ജനുവരി 5 വരെ ക്രിസ്മസ് ആഘോഷം തുടരുമെന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്നും അടിയന്തരാവസ്ഥയുടെ കറ മായ്ക്കാനാകില്ലെന്ന പ്രധാനമന്ത്രി. സ്വന്തം നേട്ടത്തിനായി നെഹ്റു ഭരണഘടന അട്ടിമറിച്ചെന്നും പരാമർശം. BJPയുടെ നിയമസംഹിത ഭരണഘടനയല്ല മനുസ്മൃതിയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയിൽ 1 മണിക്കൂർ 50 മിനിറ്റോളം നീണ്ട പ്രസംഗത്തിൽ ഭൂരിഭാഗം സമയവും നെഹ്റു കുടുംബത്തെ വിമർശിക്കാനാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ചത്. സ്വന്തം നേട്ടത്തിനായി ഭരണഘടനയെ അട്ടിമറിക്കാൻ ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. ഇന്ദിരാഗാന്ധി അത് തുടർന്നു. 1951 में जबकि चुनी हुई सरकार नहीं थी, उन्होंने ऑर्डिनेंस करके संविधान को बदला और किया क्या? अभिव्यक्ति की आजादी पर हमला कर दिया गया. അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായം. और कांग्रेस के माथे पर जो पाप है ना, वो कभी भी धुलने वाला नहीं है, कभी भी धुलने वाला. यह सिर्फ हिंदुस्तान, दुनिया में जब जब लोकतंत्र की चर्चा होगी, कांग्रेस के माथे का ये पाप कभी धुलने वाला नहीं है. ഷാബാനു കേസിൽ രാജീവ് ഗാന്ധിക്കും വിമർശനം. സോണിയാഗാന്ധിക്ക് സൂപ്പർ പ്രധാനമന്ത്രി എന്ന വിശേഷണം. लेकिन इन्होंने तो प्रधानमंत्री के ऊपर एक गैर संवैधानिक, और जिसने कोई शपथ भी नहीं लिया था, नेशनल एडवाइजरी काउंसिल PMO के भी ऊपर बैठा दिया. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓർഡിനൻസ് കീറിയെറിഞ്ഞ രാഹുൽ അഹങ്കാരിയെന്ന മോദി. संविधान का अपमान करने वाले अहंकार से भरे लोगों ने पत्रकारों के सामने कैबिनेट के निर्णय को फाड़ दिया. സ്വന്തം കസേര സംരക്ഷിക്കാൻ 60 വർഷത്തിനിടെ 75 തവണ കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചെന്ന പ്രധാനമന്ത്രി. എന്നാൽ NDA സർക്കാർ ഭേദഗതികൾ കൊണ്ടുവന്നത് സ്ത്രീകളെ ശാക്തീകരിക്കാനും പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുമെന്ന് മോദി. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിൽ അഭിമാനം. 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നും മോദി. ചർച്ചയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി സവർക്കറും മനുസ്മൃതിയും ഏകലവ്യന്റെ കഥയും ഉയർത്തിക്കാട്ടി BJPയെ കടന്നാക്രമിച്ചു. Do you stand by your leader's words? Do you support your leader's words? Because when you speak in parliament about protecting the constitution, you are ridiculing Savarkar. You are abusing Savarkar. അദാനി കോഴ, സംബാൽ സംഘർഷം, ഹത്രാസ് കൂട്ടബലാത്സംഗം ഉൾപ്പെടെ രാഹുൽ ആയുധമാക്കി. हम दलितों को, आदिवासियों को, पिछड़ों को, किसानों को, मजदूरों को दिखाना चाहते हैं कि आपने किस किस का अंगूठा काटा है. इसलिए
जो मैंने वायदा किया था इसी हाउस में, यहां हम कास्ट सेंसस लागू करेंगे. BJP എന്തു പറഞ്ഞാലും ജാതി സെൻസസ് നടപ്പാക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഭരണഘടന സംബന്ധിച്ച് രാജ്യസഭയിൽ ചർച്ച നടക്കും. 24 ഡൽഹി. മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൌത്യത്തിന് തുക ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം. പണം നൽകാൻ കഴിയില്ലെന്നറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. വ്യോമസേന നൽകിയ സഹായങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് സാധാരണ നടപടിയാണെന്നായിരുന്നു BJP നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തി. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 കോടി 62 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ കത്ത് നൽകിയത്. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമെന്നും പണം നൽകാൻ കഴിയാത്തതിന്റെ സാഹചര്യം വിശദീകരിച്ച് കേന്ദ്രത്തിന് മറുപടി കത്ത് അയക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ കമ്മിറ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. വയനാട് ദുരന്ത പാക്കേജ് തരാതെ കേന്ദ്രം പണം ചോദിക്കുന്നത് കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പണം ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. വീണ്ടും കേരളത്തെ പരിഹസിക്കുകയാണ്. അതേസമയം എയർ മാർഷലിന്റെ കത്ത് സർക്കാരിന്റെ ഔദ്യോഗിക രീതിയിൽ നടക്കുന്ന നടപടിക്രമം മാത്രമാണെന്നും അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ CPIM ശ്രമിക്കുന്നുവെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം, ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചേനെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമർശിച്ചു. The promise which has been made by Honorable Prime Minister that funds will be no constraint in rehabilitation of those affected in Wayanad. But there are certain government procedures. അതേസമയം കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ പോംവഴികൾ ഉണ്ടാക്കില്ല. SDRFൽ നിന്ന് പണമടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് കേന്ദ്ര സഹായം ആവശ്യമാണ്. കേരളത്തിനോട് കേന്ദ്രത്തിന് പ്രത്യേക പകപോക്കലാണ്. അവഗണന തുടർന്നാലും ഇനിയും കേന്ദ്രത്തോട് സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തില് രാജ്യമാകെ ഏറ്റവും കടുത്തൊരു ദുരന്തമായിട്ടാണ് അതിനെ കണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലത്. ആ കാര്യത്തിൽ കേന്ദ്രത്തിന് സഹായം ലഭ്യമാവണം. ഇതുപോലൊരു പകപോക്കൽ നയം ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കാൻ പാടുണ്ടോ? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? കേന്ദ്രമാണെന്ന് വെച്ച് ഇനി നിങ്ങളോട് മിണ്ടില്ല എന്ന സമീപനം സ്വീകരിക്കാൻ ഒരു സംസ്ഥാനത്തിന് കഴിയുമോ? സാധാരണ നിലക്ക് സംസ്ഥാനം എന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ മുന്നിൽ ഇനിയും സംസാരിക്കേണ്ടി വരും. ഇക്കാര്യത്തിലും സംസാരിക്കും, മറ്റു കാര്യങ്ങളിലും സംസാരിക്കും. കേരളത്തിലെ രക്ഷാദൌത്യങ്ങൾക്ക് 132 കോടി ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി പ്രതികാര നടപടി അല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എല്ലാ വകുപ്പുകളും അവരവർ നൽകുന്ന സേവനത്തിന് പണം വാങ്ങാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രചാരണം CPIMന്റെ ക്യാപ്സ്യൂളാണെന്നും കെ സുരേന്ദ്രൻ. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം അവരവരുടെ വിവിധ വകുപ്പുകൾ ചെലവഴിക്കുമ്പോൾ അതിന് പണം ഈടാക്കും. അത് കേരളത്തോട് മാത്രമുള്ളതല്ല. ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ആരാണോ ഹെലികോപ്റ്റർ ഇറക്കിയത്, വ്യോമസേനയാണെങ്കിൽ വ്യോമസേന പണം ഈടാക്കും. ഇതെല്ലാം നിയമം അറിയുന്ന, ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നുള്ള ഒരു പച്ചക്കള്ളം ആവർത്തിച്ച് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. മലബാർ മേഖലയിലെ വ്യായാമ കൂട്ടായ്മ മെക്സവനെതിരെ ആരോപണവുമായി CPIMഉം സമസ്ത AP വിഭാഗവും. മെക്സവന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണെന്നാണ് ആരോപണം. എന്നാൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മയെന്ന് മെക്സവന്റെ പ്രതികരണം.
മെക്സെവൻ എന്നറിയപ്പെടുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വ്യായാമ കൂട്ടായ്മയുടെ പേരിലാണ് വിവാദം. മലബാർ മേഖലയിൽ അതിവേഗം പ്രചരിക്കുന്ന കൂട്ടായ്മയ്ക്കെതിരെ സിപിഐഎമ്മും സുന്നി AP വിഭാഗവുമാണ് ആരോപണവുമായി എത്തിയത്. മെക്സെവന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് സിപിഐഎം ആരോപിക്കുന്നു. മെക്സെവൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുണ്ടെന്നാണ് ആരോപണം. സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മെക്സെവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് AP സുന്നി വിഭാഗം. സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത്. മെക്സെവന് പിന്നിൽ ചതിയെന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ജമാഅത്തെ ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകും. വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം, വേറൊരു പരിപാടി വ്യായാമം ഉണ്ടാക്കുക, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാം, ഒരു സലാം ചൊല്ലി കളയാം, ആകയാൽ സുന്നത്തിയമായിട്ട് വിളിക്കുക. ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയാണ്, വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. ആരോപണങ്ങൾ തള്ളുകയാണ് വ്യായാമ കൂട്ടായ്മ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും കൂട്ടായ്മയിലുണ്ടെന്നാണ് വിശദീകരണം. ഇതിൽ ഒരു SDPIന്റെ കടന്നുകയറ്റമില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റമില്ല. ഇതിൽ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വ്യത്യാസവും, ഒരു അഭിപ്രായ വ്യത്യാസവും ഇതിലില്ല. ഒരു മത ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് പോണത്. ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJP വരെ ഉണ്ട് ഇതിൽ. മെക്സെവനെതിരെയുള്ള CPIM ആരോപണത്തെ പിന്തുണയ്ക്കുകയാണ് BJP. സർക്കാർ ജാഗ്രത പാലിക്കണം. അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDFും ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് 20 മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് മെക്സെവൻ. മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വലാഹുദ്ദീനാണ് മെക്സെവന് നേതൃത്വം നൽകുന്നത്. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.